അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, അതിനാണ് അൽ ഹദീസുൽ ഖുദ്സിയു എന്ന് പറയുക. അപ്പോൾ ഈ ഹദീസ് ഖുദ്സിയായ ഹദീസ്. അപ്പോൾ ഇതിലെ പദങ്ങളും റബ്ബിൽ നിന്നാണ്, ആശയവും റബ്ബിൽ നിന്നാണ്. എന്നാൽ ഇത് ഖുർആൻ പോലെയാണോ? അല്ല. കേവല പാരായണത്തിന് പ്രതിഫലമില്ല. ഖുർആൻ കേവല പാരായണത്തിന് പ്രതിഫലമുണ്ട്. അതേപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ സ്വാഭാവികമായി മറ്റുമതിലൊക്കെ ഉണ്ടാവാം. എന്നാൽ ഏത് ഹദീസാണെങ്കിലും അതിലെ ആശയം അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് പ്രകാരമാണ്. അതുകൊണ്ടാണ് തെളിവാവുക എന്ന വിഷയത്തിൽ ഖുർആനും ഹദീസും ഒരുപോലെയാണ്. തെളിവാവുക എന്ന കാര്യത്തിൽ ഖുർആനിൽ ഒരു കാര്യം വന്നാൽ എങ്ങനെ തെളിവാണോ അതേപോലെ തെളിവാണ് ഒരു കാര്യം ഹദീസ് വന്നാൽ. അത് ഖുർആനില്ലല്ലോ ഹദീസല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ പാടില്ല. അർത്ഥം പ്രമാണമാവാൻ ഖുർആനിലുണ്ടായാലും ഹദീസിലുണ്ടായാലും ഒരുപോലെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ദുഹ്റുസ്കരിക്കുന്നു, ദുഹ്ർ എന്നുള്ള പേര് പോലും എവിടുന്ന കിട്ടിയത്? ഹദീസ് എന്നാണ്. 4 റക്അത്ത് എവിടുന്ന കിട്ടിയത്? ഹദീസ് എന്നാണ്. അതിൽ തക്ബീറത്തുൽ ഇഹ്റാം ആദ്യം വേണം, പിന്നെ ഓരോ കർമ്മങ്ങൾ എവിടുന്ന കിട്ടിയത്? ഹദീസ് എന്നാണ്. അപ്പം ഹദീസിലുള്ളൂ വെച്ചിട്ട് ഞാൻ ഖുർആന് എത്ര പ്രാധാന്യമുള്ളൂ ഹദീസ് അത്ര പ്രാധാന്യം കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ കഴിയില്ല. നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഷഹാദത്തോ ഒന്നുമില്ല. ഇസ്ലാമിക കടന്നു വരണം, ഷഹാദത്ത് ഉച്ചരിക്കണം. എവിടുന്ന് കിട്ടി? ഹദീസിനെ കിട്ടിയത്. ഒരാൾ വന്ന് ഞാൻ മുസ്ലിമാണ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണമെന്ന് എവിടുന്ന് കിട്ടി? ഹദീസിനെ കിട്ടിയത്. ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യണം? ഹദീസിലുള്ളത്. മരിച്ച കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം, ഇതൊക്കെ ഹദീസിലാണ് പഠിപ്പിക്കപ്പെട്ടത്. നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഖുർആനിലുണ്ട്. എങ്ങനെ ചെയ്യേണ്ടത്? വലിയ വേണോ അല്ലാത്തത് വേണോ എങ്ങനെയാണ്? ഹദീസിലാണ് പഠിപ്പിക്കപ്പെട്ടത്. ത്വലാഖിന്റെ നിയമങ്ങൾ ഹദീസിലാണ് വിശദമായി പഠിപ്പിക്കപ്പെട്ടത്. ഏത് കാര്യം അനന്തരാവകാശ നിയമങ്ങൾ പോലും ഏറ്റവും അധികം അല്ലാഹു തആല ഖുർആനിൽ പരാമർശിച്ച വിഷയമാണ് അനന്തരാവകാശ നിയമങ്ങൾ. അതിൽ പോലും 90% ഖുർആനിൽ വന്നത്. ബാക്കി 30% ഹദീസിലാണ് പഠിപ്പിക്കപ്പെട്ടത്. അത് തന്നെ പിന്നെ അനന്തരാവകാശം ലഭിക്കാത്ത വഴികൾ, പ്രഘാതകനായ അവകാശിക്ക് അവകാശമില്ല, അത് ഹദീസിൽ നിന്നാണ് സ്ഥിരപ്പെട്ടത്. മതഭ്രഷ്ടരായി പോയവർക്ക് അവർക്ക് അവകാശമില്ല, ഹദീസിലാണ് പഠിപ്പിക്കപ്പെട്ടത്. അപ്പം ഇങ്ങനെ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് 2ാം സ്ഥാനമാണ് എന്ന് കാണാൻ പാടില്ല. പ്രമാണമാവുക എന്ന വിഷയത്തിൽ ഖുർആനും ഹദീസും ഒരുപോലെയാണ്. എന്നാൽ മർത്തബ ദറജ നോക്കുമ്പോൾ ഖുർആൻ മുന്തിയ സ്ഥാനവും ഹദീസ് ഖുർആനെ അപേക്ഷിച്ച് താഴെയുമാണ്. ഈ പറയപ്പെട്ട ഒരുപാട് വ്യത്യാസങ്ങൾ ഖുർആൻ ഹദീസും തമ്മിൽ ഉണ്ട്. ഇത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ആൾക്കാരൊക്കെ ഹദീസൊക്കെ അതൊരു പുച്ഛം, അതിപ്പോൾ ഹദീസിലുള്ളൂ ഖുർആനൊന്നും ചോദിക്കും. അത് വിവരമില്ലായ്മ കൊണ്ടാണ്. ഇപ്പം ഖുർആന് മാത്രം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഖുർആൻ എടുക്കാൻ കഴിയില്ല. ഖുർആൻ മാത്രം ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ ഖുർആൻ എങ്ങനെ സ്വീകരിക്കും? അതെല്ലാം ഉണ്ടാവും. എല്ലാ ഹദീസും ലോഹിലുണ്ട്. ഖുർആനും ഹദീസും മാത്രമല്ല, ലോകത്ത് സംഭവിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ലൗഹിൽ മുമ്പേ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. ഖുർആൻ പ്രത്യേകിച്ചും അതിൽ ഉമ്മുൽ കിതാബ് എന്നൊക്കെ ലൗഹുൽ മഹ്ഫൂദ് അല്ലാഹു എടുത്തു പറഞ്ഞു എന്ന് മാത്രം.